സ്ട്രീറ്റ് ഫൈറ്ററിലെ ധനുഷ്. ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്ന റൂമറാണ് ധനുഷ് സിഡ്നി സ്വീനിക്കൊപ്പം ഹോളിവുഡിലെ സ്ട്രീറ്റ് ഫൈറ്റർ സിനിമയിൽ അഭിനയിക്കുമെന്ന്. എന്താണ് ഈ സ്ട്രീറ്റ് ഫൈറ്റർ? 1987 ക്യാപ്കോം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രീറ്റ് ഫൈറ്റർ എക്കാലത്തെയും പോപ്പുലറായ ഗെയിമിംഗ് ഫ്രാഞ്ചൈസികളിലൊന്നാണ്. 1993 സ്ട്രീറ്റ് ഫൈറ്റർ 2 ഗെയിമിംഗ് ഇൻഡസ്ട്രി തന്നെ റവല്യൂഷനൈസ് ആക്കിയ ഒന്നായിരുന്നു. 1 vs 1 ഫൈറ്റിംഗ് മെക്കാനിക്സും ഹാഡോക്കൺ ഷോറുക്കൺ ഐക്കോണിക് മൂവ്സും ഒക്കെ കൊണ്ട് ഫാൻ ഫേവറേറ്റായി സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് ഇൻസ്റ്റന്റ്ലി മാറി. ടെക്കൻ, മോർട്ടൽ കോംബാറ്റ് അടക്കമുള്ള ഫൈറ്റിംഗ് ഗെയിംസ് വരാനുള്ള വലിയ കാരണം സ്ട്രീറ്റ് ഫൈറ്ററിന്റെ വിജയമാണെന്ന് പറയാം. റിയു എന്ന മെയിൻ ക്യാരക്ടർ ഷഡലു എന്ന വില്ലൻ ഓർഗനൈസേഷൻ നടത്തുന്ന ഫൈറ്റിംഗ് ടൂർണമെന്റ്സിൽ പങ്കെടുക്കുന്ന ഫൈറ്റ്സാണ് ഗെയിമിലെ മെയിൻ പ്ലോട്ട്. ഈ ഓർഗനൈസേഷന്റെ പിന്നിലെ മിസ്റ്ററീസും മറ്റ് സംഭവ വികാസങ്ങളുമാണ് സ്ട്രീറ്റ് ഫൈറ്റർ ഗെയിംസിന്റെ ഇതിവൃത്തം. 1994 വാൻഡാം നായകനെത്തിയ ആദ്യ സ്ട്രീറ്റ് ഫൈറ്റർ സിനിമയ്ക്ക് ഇപ്പോഴൊരു കൾട്ട് ഫാൻ ബേസ് ഉണ്ട്. എന്നാൽ 2009 ഇറങ്ങിയ ലെജൻഡ് ഓഫ് ചുൺലി എന്ന സിനിമ വലിയൊരു പരാജയമായിരുന്നു. ഇപ്പോഴത്തെ 2026 റിലീസാക്കാൻ വേണ്ടി ഗോഡ്സില എക്സ് കോങ് സിനിമ പ്രൊഡ്യൂസറായ ലെജൻഡറി പിക്ചേഴ്സ് പുതിയ സ്ട്രീറ്റ് ഫൈറ്റർ സിനിമയെ വരുന്നു. ഈ സിനിമയിലാണ് ധനുഷും സിഡ്നി സ്വീനിയും ഉണ്ടാകുന്ന റൂമേഴ്സ് വരുന്നത്. ധനുഷ് ചെയ്യാൻ സാധ്യതയുള്ളത് ഡാൽസിം എന്ന ഇന്ത്യൻ യോഗി ക്യാരക്ടറാണ്. പസിഫിസ്റ്റായ ഇദ്ദേഹം ഗ്രാമത്തിന്റെ പട്ടിണി മാറ്റാൻ പടം നേടാനാണ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വരുന്നത്. വളരെയധികം മിസ്റ്റിക്കായ ഈ ക്യാരക്ടറിനെ സ്ട്രീറ്റ് ഫൈറ്റർ 2 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തന്റെ ലിംസും നെക്കും സ്ട്രെച്ച് ചെയ്ത് ഫൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതിനാൽ ലോങ് ആംസ് എന്നും ദാൽസിം അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വീഡിയോസിന് അപ്ഡേറ്റ്സിനായി കൊമിക് മെന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക.